കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന ആസിഫ് അലി ചിത്രത്തിൻ്റെയും ദുൽഖർ സൽമാൻ ചിത്രങ്ങളുടെ കുറച്ച് അപ്ഡേറ്റ്സുകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലേക്ക് വരാമതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 11ാമത്തെ ദിവസത്തിലൂടെ കടന്നു പോകുന്ന ആസിഫ് അലി ചിത്രത്തിന് ഇന്നും ബോക്സ് ഓഫീസിൽ വലിയ വേട്ട തന്നെയാണ് ബോക്സ് ഓഫീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചിത്രത്തിൻ്റെ കളക്ഷനും കൂടെ ചേരുന്ന സമയത്ത് ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ 40 കോടിക്ക് മുകളിൽ എത്തപ്പെടും. ചിത്രത്തിൻ്റെ 11 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഒഫീഷ്യലി നാളെ തന്നെ പുറത്തു വരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ആദ്യമായിട്ടാണ് ആസിഫ് അലി നായകനായിട്ട് എത്തുന്ന ഒരു ചിത്രം 50 CR ടച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചിത്രം ഇതാ മറ്റൊരു വലിയ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സും സാറ്റലൈറ്റ് റൈറ്റ്സും കൂടെ ചേർത്തിട്ട് 12 കോടിക്കാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിരിക്കുന്നത്. 5.5-6 കോടി ബഡ്ജറ്റിൽ തീർത്ത ചിത്രത്തിന്റെ OTT സാറ്റലൈറ്റ് റൈറ്റ്സ് മാത്രം 12 കോടിക്ക് വിറ്റുപോയത് വലിയൊരു പ്രോഫിറ്റിലേക്കാണ് ചിത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓണ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ പ്രതീക്ഷിച്ചതിലും വലിയ വിജയം കൈവരിച്ച ചിത്രത്തിന് 50 CR കടന്ന് ഇനിയും ഒട്ടനവധി ദൂരം സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കും. ഇന്നത്തെ ഒറ്റ ദിവസത്തോടു കൂടെ ഓണം വീക്കെൻഡ് തീരുമ്പോൾ നാളെ തിങ്കളാഴ്ച വർക്കിംഗ് ഡേയിൽ 12ാമത്തെ ദിവസം ചിത്രത്തിന്റെ കളക്ഷനും കാര്യങ്ങളെല്ലാം എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. നാളെ തിങ്കളാഴ്ച മുതൽ അടുത്ത വീക്കെൻഡ് വരുന്നത് വരെ നല്ല സ്റ്റഡി കളക്ഷൻ നിലനിർത്തി മുന്നേറിയാൽ മാത്രമേ വലിയൊരു കളക്ഷൻ വേട്ടയിലേക്ക് ചിത്രത്തിന് എത്തപ്പെടാൻ സാധിക്കുകയുള്ളൂ. വരും ദിവസങ്ങളിൽ നമുക്ക് അതിന്റെ അപ്ഡേറ്റ് നൽകാം. RDX എന്ന ചിത്രത്തിന്റെ സംവിധായകൻ നെഹാസ് ഹിദായത്തിന്റെ ചിത്രത്തിലാണ് ദുൽഖർ സൽമാൻ അടുത്തതായിട്ട് അഭിനയിക്കുക എന്നുള്ള വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണെന്നോ. എന്നാൽ ഇത് അതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. നവംബർ പകുതിയോട് കൂടെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഡ്യൂക്കി ഇപ്പോൾ കാന്ത എന്ന് പറയുന്ന തെലുങ്ക് ചിത്രത്തിൽ അഭിനയിച്ചു വരികയാണ്. അത് പൂർത്തിയായാൽ നെഹാസ് ഹിദായത്ത് ചിത്രത്തിലേക്ക് കടക്കും. ഇപ്പോൾ ഇതാ തെലുങ്കിൽ നിന്നും വരുന്ന ദേവര എന്ന് പറയുന്ന ചിത്രം മലയാളത്തിൽ വിതരണത്തിന് എടുത്തിരിക്കുന്നത് ദുൽഖർ സൽമാൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വേഫെയറർ ഫിലിംസ് ആണ് ഈ ഒരു ചിത്രം കേരളത്തിൽ പ്രദർശനത്തിന് എത്തിക്കുന്നത്. സെപ്റ്റംബർ 27-നാണ് ചിത്രം റിലീസാവുന്നത്. മുന്നേ ദുൽഖർ സൽമാൻ ഗസ്റ്റ് റോളിൽ എത്തിയ കൽക്കി എന്ന് പറയുന്ന ചിത്രവും ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് തന്നെയായിരുന്നു വിതരണത്തിന് എത്തിച്ചത്. ആ ഒരു ചിത്രം ദുൽഖറിന്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് വലിയ സാമ്പത്തിക നേട്ടം നേടിക്കൊടുത്ത ചിത്രം കൂടിയായിരുന്നു. എന്നാൽ ദേവര എന്ന ചിത്രത്തിന് എത്രത്തോളം കേരളത്തിൽ കളക്ഷൻ കാര്യങ്ങളെല്ലാം നേടാൻ പറ്റും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.